ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഫോക്കസ് ഷിഫ്റ്റ് അത് ഞാനൊരു സ്മാർട്ട് ഫോണിലാണ് റെക്കോർഡ് ചെയ്തത്. ഇത്ര നാളും DSLRലും വീഡിയോ ക്യാമറയിലൊക്കെ മാത്രം ചെയ്യാൻ പറ്റിയിരുന്ന ഒരു ടൈപ്പ് ഓഫ് ഷോട്ടായിരുന്നു അത്. വെറും 14,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന പോക്കോ M2 പ്രോയിലാണ് ഞാൻ നേരത്തെ കണ്ട ആ ഫുട്ടേജ് റെക്കോർഡ് ചെയ്തത്. എങ്ങനെയാണ് ഒരു സ്മാർട്ട് ഫോണിൽ DSLR ക്വാളിറ്റിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒത്തിരി എഫോർട്ട് എടുക്കാറുണ്ട്. ആ എഫോർട്ടുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും ജസ്റ്റ് ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തിക്കൊണ്ട്. അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ചെയ്യാം. എല്ലാ DSLR ക്യാമറകളുടെയും അതുപോലെ തന്നെ വീഡിയോ ക്യാമറകളുടെയും ലെൻസുകളിൽ നിങ്ങൾക്ക് 2 റിങ്ങുകൾ കാണാൻ കഴിയും. ഒന്ന് ഒരു സൂം റിങ്ങും അതുപോലെ തന്നെ ഫോക്കസ് റിങ്ങുമാണ്. ഈ ഫോക്കസ് റിങ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സിനിമകളിലും സീരിയലുകളിലും അതുപോലെ തന്നെ മറ്റ് ഔട്ട്ഡോർ ഷൂട്ടുകളിൽ കാണുന്ന പല ഷോട്ടുകൾ നമുക്ക് എടുത്തു തരുന്നത്. ഒരു എക്സാമ്പിൾ ഇതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ആദ്യത്തെ സെറ്റ് ഓഫ് ഫ്ലവേഴ്സിലാണ് ഇപ്പോൾ ഫോക്കസ് നിൽക്കുന്നത്. പയ്യെ നമ്മളത് സെക്കൻഡ് സെറ്റിലോട്ട്, ആ നടുക്ക് നിൽക്കുന്ന സെറ്റിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അവസാനത്തെ സെറ്റ് ഓഫ് ഫ്ലവേഴ്സിലാണ് ഫോക്കസ് നിൽക്കുന്നത്. ഇപ്പോൾ ആ ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ടും ആ പാടത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഇതൊരു സ്മാർട്ട് ഫോണിൽ എടുത്തൊരു ഫുട്ടേജ് ആണെന്ന് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ കാരണം ഇതിന് മുന്നുണ്ടായിരുന്ന കാലത്ത് ഒരു സ്മാർട്ട് ഫോണിൽ നമ്മൾ ഫോക്കസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ ആ ഫോക്കസ് ബട്ടൺ നമ്മൾ ഫിസിക്കലി ടച്ച് ചെയ്ത് മാറ്റണമായിരുന്നു. അന്നേരം എന്തുണ്ടാവും, എക്സ്പോഷർ മാറും, അതുപോലെ തന്നെ വീഡിയോയിൽ ടിൽറ്റ് വരും, മൊത്തത്തിലൊരു സ്മൂത്ത്നെസ് കുറവായിരിക്കും. പക്ഷേ ഇവിടെ വളരെ സ്മൂത്തായിട്ട് നമ്മൾ പുറത്തോട്ടും അതുപോലെ തന്നെ അകത്തോട്ടും ഫോക്കസ് പുള്ളിനും പുൾ ഔട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു, ഒരു സ്മാർട്ട് ഫോണിൽ എങ്ങനെ സംഭവിച്ചു, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇപ്പോൾ തന്നെ ഷോർട്ട് ഫിലിം മേക്കേഴ്സിന് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു ഫീച്ചർ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. ഈ ഒരു ഫീച്ചർ ഇപ്പോൾ കൂടുതലായിട്ടും പോക്കോ, റെഡ്മി, ഷവോമി ഫോണുകളിലാണ് കാണുന്നത്. മറ്റ് ഡിവൈസ് മാനുഫാക്ചേഴ്സും ഉടൻ തന്നെ ഈ ഫീച്ചേഴ്സ് അവരുടെ ഫോണുകളിലും കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കൂടുതൽ ഡയലോഗുകളില്ല, ഇതെങ്ങനെ ചെയ്യാമെന്ന് പറയാം. നിങ്ങളുടെ കയ്യിൽ നേരത്തെ ഞാൻ പറഞ്ഞ കമ്പനികളുടെ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതിൽ പ്രോ മോഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട് നിങ്ങളുടെ ക്യാമറ ആപ്പിൽ. ആ പ്രോ മോഡിലാണ് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാനുള്ള കീ. പനോരമ മോഡിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ പ്രോ മോഡ്. പ്രോ മോഡ് എടുക്കുക, അതിനുശേഷം എഫ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഫോക്കസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് അപ്പോൾ ഒരു ഫോക്കസ് ഡയലർ ഓണായി വരും. ഈ ഫോക്കസ് ഡയലർ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്ലൈഡർ ആണ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോട്ടുകൾ എടുത്തു വരാൻ പോകുന്നത്. പണ്ട് ലൂമിയ സ്മാർട്ട് ഫോൺസിൽ ഇത് ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഫോട്ടോഗ്രാഫിയിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറായിരുന്നു. റെഡ്മിയിലൊക്കെ അത് വീഡിയോയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ബട്ടണാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യാൻ പോകുന്നത്. ഇതിന് 100 ലെവലുകളുണ്ട്. അപ്പോൾ ഓരോ ലെവലുകൾ മാറ്റുന്നതനുസരിച്ച് ഫോക്കസ് മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, മൊത്തം ബ്ലർ ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നേരത്തെ ഞാൻ കാണിച്ച പോലെ ആ പൂക്കളുടെയൊക്കെ ഷോട്ടുകൾ നമുക്ക് എടുക്കാൻ കഴിയുന്നത്. 100 ഇട്ട് കഴിയുമ്പോഴേക്കും അതെന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആണ്. അതായത് ഫോക്കസിൽ എല്ലാം വരും. ഇതിലെ ഹൈലൈറ്റ് ലെവൽ 1 തൊട്ട് ലെവൽ 100 വരെ നമുക്ക് മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസിൽ വെച്ചിട്ട് പയ്യെ സ്മൂത്തായിട്ട് സ്ലൈഡ് ചെയ്ത് ഒരു വലിയ പനോരമയിലോട്ട് നമുക്ക് ഫോക്കസ് കൊണ്ടുവരാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ DSLRലും വീഡിയോ ക്യാമറകളിലും 2 റിങ്ങുകളുണ്ട്. ഒന്ന് ഫോക്കസിന് വേണ്ടിയും മറ്റൊന്ന് സൂമിന് വേണ്ടിയും. റെഡ്മി സൂമിന് വേണ്ടിയും ഒരു സ്ലൈഡർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് സൂം ചെയ്ത് അകത്തോട്ട് പോകാൻ പറ്റും. പക്ഷേ ഈ സൂം സ്ലൈഡർ നിങ്ങൾ വിവേകപൂർവ്വം ഉപയോഗിക്കുക, എപ്പോഴും കയറി ഉപയോഗിക്കരുത്. അത് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് സൂം ചെയ്യുമ്പോൾ ചെറുതായിട്ട് സാച്ചുറേഷനിൽ ടിൽറ്റ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ലൈറ്റ്സിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്നും ഇനി ഞാൻ പറഞ്ഞുതരാം. ഈ ഫുട്ടേജ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഇത് ലെവൽ 4 ഫോക്കസിലിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, ലൈറ്റ്സ് അത്ര മാത്രമില്ല. അപ്പം EV എന്ന് പറയുന്നൊരു ഫീച്ചറുണ്ട്. പ്രോ മോഡിൽ അതും അവൈലബിൾ ആണ്. ഇപ്പോൾ കണ്ടോ, അത് ഞാനൊരു 2 പോയിൻ്റ് കൂട്ടിയിട്ടു. അപ്പോഴത്തേക്കും ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഒരു പരിഹാരമായിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയുന്നു, നിങ്ങൾ സൂം ഫീച്ചർ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുമ്പോഴേക്കും ഇതൊരു സ്മാർട്ട് ഫോൺ വീഡിയോ ആണെന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും. എന്നാൽ നിങ്ങൾ ഫോക്കസ് ഫീച്ചറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അങ്ങനെ പെട്ടെന്ന് ട്രേസ് ചെയ്യാൻ പാടാണ്. ഇനി ഇതെങ്ങനെ ഒരു യൂട്യൂബറിന് അല്ലെങ്കിൽ ഒരു ട്രാവൽ വ്ളോഗറിന് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം മേക്കറിന് ഉപയോഗിക്കാൻ കഴിയും, ഞാൻ എൻ്റെ ചില സജഷൻസ് പറയാം. ട്രാവൽ വ്ളോഗേഴ്സിനും യൂട്യൂബേഴ്സിനൊക്കെ നല്ലൊരു ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ലൊരു ആംബിയൻസോട് കൂടിയുള്ള ഒരു ട്രാവൽ വ്ളോഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഒരു ഷോർട്ട് ഫിലിം മേക്കറിനാണെങ്കിൽ നിങ്ങളിങ്ങനൊരു സിറ്റുവേഷൻ മനസ്സിൽ കാണുക. 2 പേര് ആ പാടത്തൂടെ നടന്നു വരികയാണ്, ഇമാജിൻ. അപ്പം നേരെ അവരെ അങ്ങോട്ട് കാണിക്കുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ ഒരു ഫിലിമിൻ്റെ ഓപ്പണിംഗ് ഷോട്ട് അതാണെങ്കിൽ പയ്യെ ആ പൂക്കളിൽ ഫോക്കസ് കൊണ്ടുപോവുക. അതിനുശേഷം സ്ലൈഡർ പയ്യെ മാറ്റിയിട്ട് ആ 2 പേരിലോട്ട് എത്തിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഷോട്ടിന് തീർച്ചയായിട്ടും ഒരു ഡ്രമാറ്റിക് ഫീൽ കിട്ടും.
അത് നിങ്ങളുടെ ആ ഒരു ഷോർട്ട് ഫിലിമിനൊരു അല്പം കൂടെ നല്ലൊരു പിച്ച്, ആ ഒരു ബിഗിനിങ് പിച്ച് തീർച്ചയായിട്ടും നൽകും. ഇങ്ങനെയുള്ള പുതിയ ഫീച്ചർ അഡീഷൻസ് നമ്മളെപ്പോലെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബ് വീഡിയോസും ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കൂടുതൽ ഫീച്ചേഴ്സ് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഉള്ളത്. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് നൗ.